ഗൈസ്, അപ്പോൾ പൊളിയല്ലേ? കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഇറങ്ങിയൊക്കെയാണ് നൈസ് പൊളിയായിട്ട്. ഇപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ നിന്ന് നമുക്കൊരു ചിന്ന പൊളിയിടാം. സോ സീ ദിസ്, ഓരോരുത്തരായിട്ട് നടന്നു കയറുക. എല്ലാവരും വാ, നീന്തല്ലേ? ആ അതെ, കിളി പറത്തിക്കൊണ്ട് നമ്മുടെ ചാച്ചാജി ഒരു ഫുൾ പവർ കൊടുക്ക് ഗൈസ്. ായിട്ട് ആള് പറഞ്ഞിട്ടുണ്ട്. എത്രയാ മോനെ ടിക്കറ്റ്? 610. അത് മൊത്തത്തിൽ ഒരാൾക്ക് എത്ര കൊടുക്കണ്ടത്? ആരോടാ ചോദിക്കണം. അപ്പൊ വിട്ടോ ഗൈസ്, കയറി വാ. ഇത് എവിടെ ഉണ്ടോ? അപ്പൊ ഗൈസ്, നമ്മൾ എൻട്രി ആയിട്ടുണ്ട്. വലതുവശം ചേർന്നങ്ങ് പിടിക്കാം. നടന്ന് മടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ക്യാബ് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് എക്സ്ട്രാ ചാർജ് വരും. സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കിളികളൊക്കെ കാണാം. ഇവിടെ എഴുതി വെച്ചോ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, പറന്ന് നടക്കണുണ്ടല്ലേ. ഇത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ആൾക്കാർ കയറി ഉണ്ട് സാധനം ഉണ്ടാവും, പക്ഷേ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. നമുക്ക് സിംഗത്തിനെ കാണണം. അഡൽട്ട് 20 രൂപീസ് കാണില്ല. നല്ല തൊലിഞ്ഞ പരിപാടിയാ. എക്സ്ട്രാ 30 രൂപ മറ്റേ മുതല അല്ല, ഇതിനൊക്കെ കാണുന്നതിനും പാമ്പിനെ കാണുന്നതിന് 20 രൂപ സെപ്പറേറ്റ് ചാർജ്. തൊലിഞ്ഞ കോൺഗ്രസ് ഭരണം കയറി വന്നപ്പോൾ ഉള്ള മാറ്റമാണത്. പറയാതിരിക്കാൻ പറ്റില്ല, ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ലേ, ആദ്യമായിട്ട് തുടങ്ങിയതാ. അവിടെ നിന്ന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കുകയും വേണം. പാമ്പിനെയും പഴുതാരനെയും കാണാൻ 30 രൂപ 20 രൂപ വെച്ച് സെപ്പറേറ്റ് ചാർജ് കൊടുക്കുകയും വേണം. ഇല്ല ഇല്ല, അതിനകത്തൊന്നുമില്ല. അപ്പുറത്തോട്ടാണ്, അങ്ങോട്ട് പോകണം. യാ ബേബി, ഹായ്. കണ്ട 360 ഡിഗ്രി തലതിരിഞ്ഞിരിക്കുന്ന മൂങ്ങ. ഗൈസ്, അടുത്ത റെപ്റ്റൈൽസ് വിഭാഗമാണ് പാമ്പുകൾ. ഉള്ളിലോട്ട് പോകുമ്പോൾ ഇത്ര ക്ലാരിറ്റി കിട്ടണമെന്നില്ല, ബിക്കോസ് ഇതെല്ലാം ഇരുട്ടിലാണ് സെറ്റപ്പ് ചെയ്തേക്കണത്. കോമൺ ഗ്രീൻ ഇഗ്വാന, ഇതൊക്കെ ഇപ്പം നാട്ടിൽ മേടിക്കാൻ കിട്ടും. എങ്ങനെ കറക്കണം ഒന്ന് കാണിച്ചു? വാലയെ പിടിച്ചല്ലേ? അശ്വതിക്ക് വാലയെ പിടിച്ച് ഇങ്ങനെ കറക്കണമെന്ന്. അത് പൊളിച്ച്. വെരി ഗുഡ്, ഗുഡ് ബോയ്. എന്താണെന്നാ ചോദിക്കണം? അപ്പുറത്തും ചോദിക്കുന്നുണ്ട്. മനസ്സിലാ, വേറൊരു ബ്രോ നടന്നു വരുന്നുണ്ടല്ലോ. ആ വീഡിയോ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതുണ്ടോ? പിന്നെ 15-20 മില്യൺ വ്യൂവേഴ്സാണ് കണ്ടവരിട്ടിട്ട്. നമ്മുടെ മലയാളികൾ ഇതേ കിടക്കണം മലം ഫാം. തലയോടെ Indian rock python. Easier. ചുരുണ്ടുകൂടി കിടക്കണം. പച്ചില പാമ്പാണ്.
ഇവൻ ഐറ്റമാണ്, ചെറുതാണെങ്കിലും ഇവനാണ് നമ്മളെ പറഞ്ഞ അണലി. മെയിൻ ഐറ്റമാണ്, അത്ര വലിപ്പമുള്ള ഐറ്റമല്ല. It's called King Cobra. കിടക്കണ മോനെ ഇരുതല മോന് നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 1 കോടി വെച്ച് ഒരു 10 കോടിയുടെ സാധനമാണ് കിടക്കണ. ഞാനെന്താ കാണിക്കണത്? സംതിങ് ഫിഷി. ഓ നോ, ഇത് കാരാമല്ലേ? ഇത് നമ്മുടെ മറ്റേ ബാൻ ചെയ്യപ്പെട്ട ആനയാണ്. മറ്റേ കണ്ട ചെഞ്ചെവിയനാണിത്. ഇത് ദുരന്തം പിടിച്ച ആമയാണ്. നാട്ടിൽ കൊണ്ടിട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രദേശത്തെ മത്സ്യസമ്പത്തുകളെ നശിപ്പിക്കും, ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ വെറൈറ്റി കിടപ്പുണ്ട് തന്നെ. ഇതാണ് നക്ഷത്രാമ. ഇതൊരിടക്ക് പലരും നക്ഷത്രാമന സെയിൽ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. കൊള്ളാട്ടത്. ഓ ഇതാണല്ലോ അവിടെ ചെന്നാലും. ആ ഇത് ഏതോ ഒരു സാധനമാണ്. ഫോട്ടോക്ക് കറക്റ്റ് പോസ് കൊടുക്കും. ബ്യൂട്ടിഫുൾ. ആ ഇതാണ് മുതല കേവ് ഗൈസ്. ഗായ്സ് മുതലാണ് ഗായ്സ്. മുതലാക്കാനുള്ള അത്ര മുതലുണ്ട് കണ്ട്. വളരെ പഴയതാണ്. ജോണേ എവിടെ നോക്കിയാലും മുതല. കിടക്കണം മുതല. ഫോസിൽ പാർക്ക് കണ്ടങ്ങടെ പോവാന്ന്. ഇത്രയും വലിയ ശരിയല്ല, ഇത്രയും വലിയ ഷെല്ലൊക്കെ ഉണ്ടാവും. 265 മില്യൺ അല്ലേ? 265 മില്യൺ. ഇത് നമ്മുടെ മറ്റേ ജുറാസിക് പാർക്കിൽ അപ്പച്ചൻ്റെ വടിയുമുള്ള സാധനം. ജുറാസിക് പാർക്കിൻ്റെ എല്ലാം. ഇത് ജുറാസിക് പാർക്കിൻ്റെ ഇതെന്താണ്? നട്ടല്ലൂരി വെച്ചിട്ടുണ്ട് ഗായ്സ്. അത് വിളിച്ചു. എന്നാ ഈ പറഞ്ഞ എല്ലാ സാധനം ഇങ്ങോട്ട് പോയാൽ കിട്ടും. അപ്രതിമനെ പോലെ നിൽക്കുന്നതാണ് ഗൈസ് ജിറാഫ്. അനങ്ങുന്നുണ്ട്, പ്രതിമയല്ല. അവിടെ കിടപ്പുണ്ട്. പല വിധത്തിലുള്ള മാനുകളുണ്ട് ഗൈസ്, പല തരത്തിലുള്ളത്. അതെന്ത് സാധനം? സൂം ചെയ്ത് കിട്ടൂല. അത് ഇവിടെ തന്നെ ഉണ്ട്. ഇത് തന്നെ കണ്ട ബ്ലാക്ക്. ഇത് ഏതോ ഒരു തരം മാൻ. കുറേ വെറൈറ്റികളുണ്ട്.
ഗൈസ് നമ്മുടെ ഐറ്റം കിടപ്പുണ്ട. ഇവനാണ് മ്ലാവ. ഗായ്സ് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഐറ്റം ഇപ്പം ഉണ്ട്. വെള്ളമാൻ. ഓ പലതരത്തിലെ കൊക്കുകളാണ്. അവൻ്റെ മുകളിൽ കൂട് വെച്ചൊക്കെ ഉണ്ടാവും. ബിരിയാണി കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച ഓർമ്മയുണ്ടല്ലോ. ഇതാണ് ഹൈദരാബാദിലെ ഏറ്റവും വൃത്തിയായിട്ട് ബിരിയാണി കിട്ടുന്ന സ്ഥലം. പക്ഷെ ബിരിയാണി അല്ലാണ്ട് വേറെ വഴിയില്ല. നടന്ന ആവശ്യമായി കഴിച്ച് ഇനി കുറച്ച് ബിരിയാണി ടൈം. കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി വന്നടിച്ചിട്ട് അത്ര പോരായിരുന്നു. എങ്ങനെയുണ്ട് താൻ ഈ പ്രാവശ്യം ഒക്കെയാണോ? എരിവാ അതൊക്കെ ഉണ്ടാവും. പക്ഷെ കളറായിട്ടുണ്ട് അല്ലേ? ഓക്കെ കണ്ട ഭാവം തട്ടിക്കണ്ട ഒരു കണ്ടാമൃഗം ഇവിടെ കിടക്കണ്ട ഗൈസ്. പക്ഷെ ഒന്നും കാണാനും പറ്റുന്നില്ല, എല്ലാം വെള്ളത്തിലാണ്. ഒന്ന് തലമൊക്കടേ നമ്മളൊക്കെ എപ്പോ വന്നാലും ഇതാണുള്ള അവസ്ഥ. എല്ലാം തലയും കൊമ്പിട്ട് കിടക്കണം. വളി വിട്ടേക്കണം. എന്നിട്ട് കുറെ നേരം കഴിയുമ്പോഴത്തേക്കും പൊക്കും ശ്വാസം മുട്ടുമ്പോ. ഗൈസ് നിങ്ങൾക്കറിയാമോ ഗൈസ്, ഹിപ്പോപ്പൊട്ടാമസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമിയിൽ എറിഞ്ഞു തൂറുന്ന ഒരു ജീവിയാണ് ഹിപ്പോപ്പൊട്ടാമസ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ബ്രോ പറഞ്ഞു തരും. വിശദീകരിക്കുക. ഹിപ്പോപ്പൊട്ടാമസ് കാട്ടിട്ടുകൊണ്ട് അടിച്ച് തെറിപ്പിച്ചോണ്ടിരിക്കും വാലും കൊണ്ട് കേട്ടല്ലോ. സോ എറിഞ്ഞു തൂറുന്ന ഒരു ജീവിയാണ്. ചേമര മൊത്തം അടിച്ച് തെറിപ്പിച്ച് വെച്ചേക്കണില്ലേ? മൊത്തം അടിച്ച് തെറിപ്പിച്ച് വെച്ചേക്കണത്. വരുന്ന മോനെ ജബൻ ഡബിൾ കേജാണ് കെട്ടി വെച്ചേക്കണ. ടെൻഷനാണ് ടെൻഷൻ ബോയാണ്. അവൻ്റെ പേരാണ് തമ്പി. മോളിൽ ഒരെണ്ണം കിടപ്പുണ്ട്. ഇവൻ തുമ്പി. അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഇവന്മാരെ കേജിലിട്ടില്ലെങ്കിൽ പണി കിട്ടും. ബാക്കി എല്ലാവരെയും മറ്റേ വെള്ളത്തിലിട്ടേക്കണേണ്. പക്ഷെ ഓരോ കേജിലിട്ടില്ലെങ്കിൽ എപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ ബേബി വന്നിട്ടേ എന്ന് சொல்ல. അലറിക്ക് പൊളിക്കും. സിംഗം അലറലോടലറ. ഇതിനാടി എല്ലാത്തിനെയും കാണുമ്പോൾ ഇങ്ങനെ അപവാദം പറയണം. ഇത് ഗതികെട്ട സിംഹം. അതുകൊണ്ടപ്പോ സിംഹം മേലടിയാണ്. പുലി പുല്ലുന്നല്ല പറയണത്, സിംഹം പുല്ലുവില്ല. അത് വെള്ള സിംഹമാണ്.
കിടക്കണം. വൈറ്റ് സിംഗം അപ്പുറത്തുണ്ട്. സുബ്രഹ്മണ്യം ഉണ്ട് ഇവിടെ. സുബ്രഹ്മണ്യ ഈച്ചരോട് ദേഷ്യം പിടിക്കണോ? നീ എന്നെ കരുതപ്പൊളിന്ന് വിളിക്കാൻ പാടില്ല. നമ്മുടെ വിജയാണ്ണൻ്റെ ഐറ്റോ ഓൺലി സുബ്രഹ്മണ്യം. മടുത്ത പല വിധത്തിലുള്ള കോഴികളെ കാണാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി. അതേടാ, ഇതാണ് അവതാർ ലാൻഡ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. അവിടെ ആളില്ല. ഇവിടെ ഇങ്ങോട്ട് തിരി. ഇവിടെ എല്ലായിടത്തും വന്ന് തിരിഞ്ഞെങ്കിൽ ഓക്കെയാണ്. Come on. Yes. Come on. Oh boy. ഇല്ല, വീഡിയോ ഇട്ടില്ല. ഇറുക്ക് പിടിയാന് കൊമ്പനുള്ളി കെട്ടിട്ടൊക്കെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇത്രയും വലിയ പിടിയാനനെ വളരെ വിരളമായിട്ട് കാണാൻ പറ്റുള്ളൂ. പിടിയാനാണിത് ഗൈസ്. ഇതൊരു ജംഗൽ സഫാരി ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വനം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ജീവികളെ ഓപ്പൺ എയറിൽ വളർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ നിന്നൊരു ട്രാവൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ആഫ്രിക്കൻ മൂഡ് ജംഗൽ സഫാരിയുടെ ഒരു ഫീല് കിട്ടും. എന്താ എത്രയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്? എത്രയാണ്? 80-45. വലിയ ആൾക്ക് 50, ചെറുതിന് 45. ചെറുതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതൊരു ചെറുതായിട്ടുണ്ട്. ഇതിന് 45 കൊടുത്തോളൂ, ബാക്കി എല്ലാവർക്കും 85 കൊടുക്കേണ്ട വന്നു. അല്ല, അങ്ങനെ ഇരിക്കണ്ട, സൈഡിലിരുന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടൂല. സൈഡിലിരുന്നോ, കുഴപ്പമില്ല. നമ്മള് സിംഗത്തിനെ കാണാൻ പോയാണ്. ഓപ്പൺ കാട്ടില് സിംഗം ഉണ്ടാവില്ല, മറ്റേ സാധനം ഉണ്ടാവും, പുലി. ജുറാസിക് പാർക്ക് അല്ലടാ, ജുറാസിക് പാർക്കിനെ കാണാൻ കഴിച്ചു. കടിക്കാൻ കയറിയാണ്.
ബാഹുബലിയിൽ അഭിനയിച്ച പോത്താണെന്നാണ് ഗൈസ് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോത്ത് ഇപ്പുറത്തെ സൈഡിലും ഉണ്ടായിരുന്നു, അത് വിഷലെടുക്കാൻ പറ്റില്ല. പക്ഷെ പോത്തിനെ കാണാൻ നമ്മുടെ പറമ്പിക്കുളം തന്നെയാണ് ബെറ്റർ. ഇവിടെ സിംഗം അവിടെ. ഇതാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സർഫസിലാണ് ഒട്ടുമിക്ക മൃഗങ്ങളെയും വളർത്തുന്നത്. സോ ഇറ്റ്സ് ആൻ ഓപ്പൺ പാർക്ക്. ഏഷ്യയിലെ നമ്പർ 2 പാർക്ക് ഈ കാരണം കൊണ്ടാണ് അറിയപ്പെടുന്നത്. യെസ് ഗായ്സ്, ഹീ ഈസ് ഹിയർ. അവനിവിടെ ഉണ്ട്, ബട്ട് ലിറ്റിൽ ലോങ്. Oh boy, this is the white tiger. He is in tension. എപ്പോൾ നോക്കിയാലും ചാടാനുള്ള മൂടില്ല, പക്ഷെ നടക്കില്ല. ഇത് ഫിഷിംഗ് കാറ്റാ. ഓയ് അവിടെ അതിൻ്റെ വേറൊരു തിരിപ്പുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ അവളെ നോക്കിയിരിക്കുന്ന സീനാണ്. മഞ്ഞില്ലേ എന്നറിയാൻ. ഓക്കെ തമ്പി, മരൊന്നും നോക്കണില്ലല്ലോ. ദിസ് ഈസ് കുണ്ടിക്കുരങ്ങൻ. ഓടിക്ക് വഹിക്കുന്നത്. നല്ല അറ്റ്മോസ്ഫിയറാ, ശാന്തിയാ. കണ്ട വായിൽ നിൽക്കുന്ന ഓല കണ്ട. ഐറ്റമാണ് നമ്മുടെ ജാക്ക് സ്പാരോന്റെ ഐറ്റം. പൈറേറ്റ്സ് ഓഫ് കരീബിയനിലെ അപ്പച്ചൻ്റെ തോണത്തിരിക്കണ. കബീഷ്. ഷൈജ് എടി കാണാൻ നോക്കിയിടെ. ഇതാണ് ആമക്കേഷ്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. 1-2 ചത്തുന്നു തോന്നണോ. മെയിൻ അട്രാക്ഷൻ ഈസ് നമ്മൾ ചത്താനും ഇവന്മാരും ഇവിടെ ഉണ്ടാവും. പണ്ട് മുതലുണ്ട്. അപ്പുറത്തൊരു കൂട്ടി കിടന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടത് കാണാനില്ലല്ലോ. ഇതല്ലായിരുന്നു മെയിൻ ഐറ്റം. പക്ഷെ നല്ല വിലയാണ് അതിന്.
പച്ചത്തത്ത വേണം കേട്ടോ. സോ കണ്ടു തീർന്നില്ല. യോഗ ഒന്നെടുത്ത് വന്നോട്ടേ. പിന്നെ കാണിക്കാം. ഡോണ്ട് വറി. യെസ് ഓക്കെ ബൈ ബൈ. ഓക്കെ ഓ ഗായ്സ് നടന്ന ഭക്ഷണമായിട്ടുണ്ട്. എന്നാലും കണ്ടു തീർന്നില്ല. ഒരുപാടുണ്ട്. ഒരു ദിവസം ഫുള്ള് കണ്ടു തീരാനുള്ള അത്ര പരിപാടികൾ ഇവിടെ ഉണ്ട്. അത്രമാത്രം ജീവികളും നല്ല അടിപൊളി പ്ലേസുകളൊക്കെ ഉണ്ട്. നമ്മളൊരു 11 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മൊത്തം കണ്ടു തീർക്കാൻ പറ്റിയില്ല. കണ്ടു തീർക്കാൻ മാത്രമല്ല, ഇതെല്ലാം വാരി പിടിച്ച് ഇതിനകത്ത് വിഷ്വലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂറും പിടിക്കും. അപ്പോൾ പറ്റിയ പോലെ നമ്മളുടെ കയ്യിലുള്ള ക്യാമറയുടെ കേപ്പബിലിറ്റി പോലെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നെക്സ്റ്റ് ടൈമിലൊക്കെ പ്ലാൻ ഉണ്ട്. നല്ല മൊബൈലൊക്കെ എടുത്ത് നല്ല ക്യാമറയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വന്നോന്നുണ്ടത്. കാശിൻ്റെ ഒരു കുറവുകൊണ്ട് എന്തായാലും വരാതിരിക്കില്ല, അത് തീർച്ചയായും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ പോരായ്മ നമുക്ക് പയ്യെ അങ്ങോട്ട് തീർത്തേക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് ബേസ് ചെയ്ത് വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ നെഹ്റു സൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മാക്സിമം നേരത്തെ ഇറങ്ങണം. 9 മണിക്ക് ശേഷം ഇറങ്ങിയിട്ട് ഇവിടെ മാക്സിമം കണ്ടു തീർത്തിട്ടുണ്ടല്ലോ, നേരെ ചാർമിനാർ പിടിക്കണം. അപ്പോൾ ഒരു വെടിക്ക് നമുക്ക് സൂവും കാണാം, നല്ല ചാർമിനാറിൻ്റെ വ്യൂവും കാണാം. നമുക്ക് ഫുള്ള് ഈ സിറ്റി ബേസ് ചെയ്ത് കവർ ചെയ്ത് ചാർമിനാറിലെത്തി എൻജോയ് ചെയ്ത് നമുക്ക് വീട്ടിൽ കയറാം. അപ്പോൾ അതായിരിക്കുമല്ലോ ഒരു ബെസ്റ്റ് പ്ലാൻ, 1 ഡേ പ്ലാനിൽ. സോ അങ്ങനെ തന്നെ ചെയ്താൽ മതി, അതാകുമ്പോൾ വൃത്തിയായിരിക്കുള്ളൂ. സോ ലൈക്കൊക്കെ ചെയ്യ്, ഫുൾ പവർ.